നിലമ്പൂരിൽ VS ജോയി തന്നെ സ്ഥാനാർത്ഥിയാകുമെന്നാണ് ഉചിതമെന്ന PV അൻവറിന്റെ പ്രതികരണം വരികയാണ്. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി നേതാവ് AP അനിൽകുമാറുമായി നടന്ന ചർച്ചയിലാണ് അൻവറിന്റെ ഈ നിർദ്ദേശം വരുന്നത്. അരുൺ അമൃതനാഥ് നൽകും വിവരങ്ങൾ. അരുൺ, ആദ്യം പറഞ്ഞ അതേ നിലപാടിൽ നിന്നും മാറ്റമില്ല എന്ന് തന്നെയാണോ രാഷ്ട്രീയകാര്യ സമിതി അംഗത്തോടും പറയുന്നത് PV അൻവർ? പ്രജീഷ്, അത് തന്നെയാണ്. ഈ അൻവർ രാജിവെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ തന്നെ അൻവർ അന്ന് മുന്നോട്ട് വെച്ച പേരാണ്. നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതിൽ VS ജോയ് സ്ഥാനാർത്ഥിയാകുന്നതാകും ഉചിതം. മികച്ച ഭൂരിപക്ഷത്തിൽ UDF-ന് ജയിക്കാൻ ജോയ് ആകും നല്ല സ്ഥാനാർത്ഥി എന്ന് അന്നേ അൻവർ പറഞ്ഞു വെച്ചതാണ്. അതിപ്പോഴും ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം അടുത്തിരിക്കുമ്പോഴും അൻവർ ആ നിലപാട് ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും അൻവറിന്റെ UDF പ്രവേശനവും ഈ തെരഞ്ഞെടുപ്പ് UDF-ന്റെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ചർച്ചയായ പശ്ചാത്തലത്തിലാണ് അൻവർ ഈ AP അനിൽകുമാറുമായി ചർച്ച നടത്തുന്നത് എന്നുകൂടി പ്രസക്തമാണ്. ആ ഘട്ടത്തിൽ കൂടെ AP അനിൽകുമാറിനോട് ഈ ആവശ്യം ഉന്നയിച്ചതായാണ് നമ്മൾ അറിയുന്നത്. അതായത് നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ് VS ജോയിയുടെ പേര്. VS ജോയി ഉണ്ടെങ്കിൽ മികച്ച ഭൂരിപക്ഷത്തിന് UDF-ന് വിജയിക്കാനാകും. അതല്ലെങ്കിൽ UDF-ഉം കോൺഗ്രസും പ്രതിസന്ധി നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്നുകൂടിയാണ് അൻവർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും കോൺഗ്രസ് ഈ സ്ഥാനാർത്ഥിയെ കണ്ടെത്താനുള്ള ഒരു ഫോർമുല തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. VS ജോയിയോ ആര്യാടൻ ഷൗക്കത്തോ എന്നൊരു ചോദ്യചിഹ്നമായി അവിടെ ഉയർന്നിരിക്കുകയാണ്. അതിൽ പല സമവാക്യത്തിലേക്ക് എത്താനുള്ളൊരു നീക്കങ്ങൾ നടത്തുകയാണ്. അതിനിടെ അൻവർ കൂടി ഇത്തരത്തിലൊരു ആശയം പറയുന്നത് അത് കോൺഗ്രസിനെ സമ്മർദ്ദത്തിലാക്കും എന്നുള്ളത് ഉറപ്പുകൂടിയാണ്. എങ്കിലും കോൺഗ്രസ് തലമുകഞ്ഞ ചർച്ചകൾ നടത്തുകയാണ് നിലമ്പൂർ തിരിച്ചു പിടിക്കാൻ വേണ്ടി. അതിനിടെയാണ് PV അൻവർ നിലപാട് ആവർത്തിക്കുന്നത്. അതും VS ജോയ്ക്ക് വേണ്ടി അൻവർ ആവശ്യം മുന്നോട്ടേക്ക് വെക്കുന്നത്. പ്രജീഷ്. ശരി, അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ നൽകിയത്. PV അൻവർ പഴയ നിലപാട് തന്നെ VS ജോയിയുടെ പേര് തന്നെ ആവർത്തിക്കുകയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്.